ഇതിനകത്ത് ഞാനിട്ടത് നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ ബീട്രൂട്ടാണെന്ന് വിചാരിക്കും. ബീട്രൂട്ട് മാത്രമല്ല, കുക്കുംബർ, ബീട്രൂട്ട്, തക്കാളി, സവോള, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ മൊത്തത്തിൽ ചുവപ്പുകളായി. അപ്പോൾ ഇന്ന് ഞാൻ ബീട്രൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാം. ഇതൊരു വെറൈറ്റി കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ട് വഴന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിനകത്തോട്ട് ഇടാതെ. തുറന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ്. അത് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇറക്കിയതിന് ശേഷം ഞാനൊരു തരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഉപ്പൊക്കെ നേരത്തെ ആഡ് ചെയ്താൽ പിന്നെ സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഒരു തരി വേവിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. ഞാൻ ചെറുതായിട്ട് തീ ചെറുതാക്കി വെക്കാവേ. ജസ്റ്റ് വേവിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ ബീട്രൂട്ട് ഫ്രൈഡ് റൈസ് റെഡി. അങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മക്കളെ എനിക്കറിയത്തില്ല. ഞാൻ പകുതി ഉണ്ടാക്കാൻ നേരത്തെ വീഡിയോ എടുക്കാമെന്ന് പോലും വിചാരിച്ചേ. എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓ സൂപ്പർ കേട്ടോ, നല്ലതാണ്. നല്ലോണം